ഹലോ ഫ്രണ്ട്സ്, വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ വൈകി. ആശുപത്രിയിലായിരുന്നു ഫ്രണ്ട്സ്. നല്ല ഷോൾഡർ വേദനയാണ്. അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന പുതിയ സിനിമയാണ് കാട്ടാളൻ. മാർക്കോ സിനിമയ്ക്ക് ശേഷം ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. മെയ് മാസം 14 സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തും. മാർക്കോട് അത്ര ഇല്ലെങ്കിലും സിനിമയിൽ അത്യാവശ്യം വയലൻസ് രംഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സിനിമ ഇറങ്ങട്ടെ, കാത്തിരുന്ന് തന്നെ കാണാം. ഇനി മുന്നേയും മാർക്കോ കണ്ടിറങ്ങിയതുപോലെ തന്നെ ഗർഭിണിയായ ആൾക്കാരെ കൊണ്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. പൂരം കൊടി കയറി മക്കളെ, നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും വരാർ. ആട് 3 സിനിമയുടെ ഫുൾ ഷൂട്ടിംഗ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സിനിമ അങ്ങനെ ഇപ്പം പാക്കപ്പ് ആയിട്ടുണ്ട്. ഷൂട്ടിങ് പാക്കപ്പ് ആയിട്ടുണ്ട്. സിനിമ പാക്കപ്പ് ആയെന്ന് പോലും. എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആട് 3ക്ക് വേണ്ടി? ജസ്റ്റ് അടിക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്തേക്ക്. ദിലീപേട്ട നായകനായ പുതിയ സിനിമയായിരുന്നു അഥവാ ഭയഭക്തി ബഹുമാനം. സിനിമ ഏകദേശം 50 കോടിക്ക് മേലെ കളക്ട് ചെയ്തതാണ്. നെറ്റ് കളക്ഷനും ബാക്കി ബിസിനസ് കളക്ഷനെല്ലാം ചേർത്താണ് പറഞ്ഞത്. നമ്മുടെ ലാലേട്ടൻ വന്ന് തിയേറ്ററൊക്കെ കത്തിച്ചെത്താൻ പോയത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 16 ആയിരിക്കും സിനിമ ZEE5 കൂടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോകുന്നത്. ടെലിഗ്രാമിലേക്ക് ഇപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കയറി ചെന്നേക്കല്ലേ, അവസാനം ടെലിഗ്രാം വരെ അടിച്ചു പോകും. മമ്മൂക്കയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളെത്തിയ പുതിയ സിനിമയായിരുന്നു കളങ്കാവൽ. സിനിമ തിയേറ്ററിലൊക്കെ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരുന്നു. സിനിമ 100 കോടിക്ക് മേലെ സിനിമ കളക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നെറ്റ് കളക്ഷനും ബാക്കി ബിസിനസ്സൊക്കെ ആയിട്ട് 100 കോടിക്ക് മേലെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും അറിഞ്ഞൂടാ. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്താൻ പോവുകയാണ്. മുന്നേ ഞാൻ പറഞ്ഞതാണ്, അത് മാറ്റിയിരിക്കുകയാണ്. 16 സിനിമ സോണി ലൈവിൽ കൂടെ ഒഫീഷ്യൽ OTT റിലീസ് നടത്തും.